കാറ്റത്തെക്കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാസ്കർ ഇങ്ങനെ അതായത് മദ്യം ഇങ്ങനെ കുപ്പിൻ്റെ മൂടി പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പോഴത്തേനും തോളിൽ ഒരു വടി വന്ന് വീഴും. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പോലീസുകാരൻ നോക്കിയപ്പോൾ ഇപ്പുറത്തുണ്ട്. പെട്ടു ബെസ്റ്റ് എന്നാൾക്ക് മനസ്സിലായി. എന്നിട്ട് പറയും, പൊതു സ്ഥലത്ത് വെച്ച് മദ്യപിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെടോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ ഭാസ്കറിൻ്റെ തൊള്ളയാണല്ലോ. ഭാസ്കറിനെതിരെ പറയും. അവരങ്ങനെ പിടിച്ചുകൊണ്ടു പോകും. അതേ സമയം തന്നെ സുധീഷിനെയും നിതിനെയും കാണിക്കുന്ന രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ക്ഷീണിച്ച്. അപ്പം നിധി പറയുന്നുണ്ട്, അതെ കുറേ നേരമായില്ലിരിക്കുന്നത്, ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. സുധീഷ് വരുന്നുണ്ടെങ്കിൽ വാന്ന് പറയും. ക്ഷീണമൊക്കെ മാറിയില്ലേന്ന് ചോദിക്കും. കുറച്ച് നേരം കൂടി ഇരിക്കും നിധി എന്ന് പറയും. എന്നാൽ അതെ സുധീഷ് ഇവിടെ ഇരുന്നോ, ഞാൻ അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് നിധി എഴുന്നേൽക്കും. പിന്നാലെ സുധീഷും എഴുന്നേറ്റ് ഓടും. രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്, നിധി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും. പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും. നിധിനെ കാണാനേ നല്ല ഭംഗിയെന്ന് പറയും. ഓ ആണോ, ഇതെനിക്ക് പണ്ടേ അറിയായിരുന്നു കേട്ടോ, വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ് നിധി എഴുന്നേറ്റ് പോകണം. അപ്പോൾ സുധീഷ് വീണ്ടും ചമ്മുന്നുണ്ട്. അതിനുശേഷം ഇഷ്ടം എന്ന് പറയാനുള്ള തയ്യാറെടുപ്പ്, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനും പറഞ്ഞോ എന്ന് പറയും. അത് പിന്നെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, അതൊരു ചമ്മലുള്ളൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സുഭാഷും നികേഷും കൂടെയും കടലയും കടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോണ്ട് ഭാസ്കരനെ രണ്ട് പോലീസുകാരും കൂടി പിടിച്ചിട്ട് പോകണം. സുഭാഷ് ഏട്ടാ അതേ നോക്കിയേ എന്നറിയും. കാണിച്ചു കൊടുക്കുമ്പോൾ അതേ പോലീസുകാർ പൊക്കിയാൽ അങ്ങേരെയെന്ന് പറയും. അപ്പോഴത്തേനും സുഭാഷും നികേഷും അങ്ങോട്ട് ഓടിച്ചേലും. എന്താ സാറേന്ന് ചോദിക്കും. താൻ ആരാന്ന് ചോദിക്കും. ഇതെൻ്റെ അച്ഛനാണെന്ന് പറയും. അത് ശരി, മക്കളൊക്കെ ആയിട്ട് വന്നിട്ടാണോ കാരണവർ വേഷം കെട്ട് കാണിച്ചെന്ന് ചോദിക്കും. എന്താ സാറേ അച്ഛൻ എന്താ ചെയ്തേ. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നു. അത് എതിർത്തപ്പോൾ ലോ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെ നാവടപ്പിക്കാൻ നോക്കണം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ശരിയാക്കി കൊടുത്തോണ്ട് ഇയാൾക്ക് എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പോലീസുകാരൻ്റെ കാല് പിടിക്കണേ. സാറേ പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്, അച്ഛനെ അറിയില്ലായ്മ കൊണ്ട് ചെയ്താണ്. നീ എന്തിനുണ്ട് ഇങ്ങനെ കാല് പിടിക്കണേ. അത് പൊതുസ്ഥലത്ത് വെച്ച് മദ്യം വിൽക്കാല, പിന്നെ എന്താ കുഴപ്പം. പിന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്നെ അങ്ങോട്ട് തൂക്കിക്കൊല്ലല്ലേ, നീ നിൻ്റെ കാലിന് വെച്ച് പോടച്ച് വെക്കാന്ന് പറയും. കണ്ടാ ഇയാളെ സാമ്പത്തികം കണ്ടാ, നിങ്ങളുടെ മനസ്സ് പോലും ഇയാൾക്കില്ല. ഇയാളവിടെ കൊണ്ടുപോയിട്ട് രണ്ട് ചാമ്പിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ നിധി ആ കാഴ്ച കാണുന്നത് സുധീഷ് അങ്ങോട്ട് നോക്കിയും എന്താന്ന് നോക്കിയും. ഇതേ പോലീസുകാരൊക്കെ സുഭാഷ് ഏട്ടൻ്റെ അച്ഛൻ്റെ അടുത്തെന്ന് പറയും. ഇയാളെ കൊണ്ട് എനിക്ക് തോറ്റല്ലോ, ഇയാളുള്ള എനിക്ക് ഇന്ന് വള്ളിക്കെട്ടായെന്ന് പറയും. പക്ഷെ നിധി അപ്പോഴത്തേനും ഓടും അങ്ങോട്ട്. സുധീഷും ചെല്ലും. എന്താ ഉണ്ടായെന്ന് ചോദിക്കും നിധി. എന്താ സുഭാഷ് ഏട്ടാന്ന് ചോദിക്കും. ഇതാരെന്ന് ചോദിക്കും. ഇത് എൻ്റെ ഇളയ അനിയനും അവൻ്റെ വൈഫും എന്ന് പറയും. അത് ശരി, പെൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളേ കാരണം ഒരു പണി ഒപ്പിച്ചെന്ന് പറയും. എൻ്റെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നികേഷ് പറയുന്നുണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറയും. ഇയാൾക്ക് ഇപ്പോഴും സാമർത്ഥ്യത്തിന് ഒരു കുറവില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ പോകും. അപ്പോൾ പിന്നെ ഞാനൊരു 150 രൂപയ്ക്ക് ഒരു പൈൻറ്റ് മേടിച്ച് അടിക്കാൻ നോക്കിയാണ് കുഴപ്പം. അപ്പോൾ കോടതി എന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറയും. അപ്പോൾ നിധി പറയും, ഇതൊരു ബീച്ചല്ല അച്ഛാ, ഇവിടെ മദ്യപിക്കാൻ പാടില്ല എന്ന് അച്ഛൻ അറിഞ്ഞൂടെ, പക്ഷെ എന്ത് കഷ്ടമാണ് ഈ ചെയ്യണേന്ന് പറയും. അപ്പോൾ ഇതിന് അരേന്ന് വേഗം കുപ്പി കൊണ്ട് എടുക്കണം ഭാസ്കരൻ. എന്നിട്ട് അത് വായിൽ വയ്ക്കാൻ പോകുമ്പോഴേക്കും സുഭാഷ്, നിങ്ങളോടല്ല ഇത്രയും നേരം പറഞ്ഞത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ നിധി ആ കുപ്പി മേടിച്ച് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയും. അയ്യോ മോളെ പൊട്ടിക്കല്ലേ എന്ന് പറയും. പൊട്ടിക്കില്ല എന്ന് പറയും. നിധിക്കല്ലായിരുന്നു ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാണ്ട് ഭയങ്കര വിഷമം. അപ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങനെയും കൂട്ടിയൊരു വഴിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. മനുഷ്യൻ്റെ എല്ലാ സന്തോഷവും കളഞ്ഞെന്ന് പറയും. അത് തന്നെ വാ സുധീഷേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നികേഷും സുധീഷും കൂടെ പോകും. വരുന്നുണ്ടെങ്കിൽ വാ നിധി എന്ന് പറയും. പിന്നെ നിധിയും പോകും. സുഭാഷ് ഏട്ടൻ വേണമെങ്കിൽ അങ്ങനെ കൂടെ നിന്നോ, ഞങ്ങൾ പോകണമെന്ന് പറയും. ഇവിടെ നിൽക്കടാ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് 2 ഓട്ടോറിക്ഷയിൽ 2 കൂട്ടരും കൂടെ വരണം. ഭാസ്കരൻ ഒറ്റയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ, ബാക്കി എല്ലാവരും കൂടെ ഒരു ഓട്ടോറിക്ഷയിലും കൂടി വരണം. എന്നിട്ട് പിന്നെ വീട്ടിൽ കിടന്ന് കഴിഞ്ഞിട്ട് ഇനി അവരെല്ലാവരും കൂടെ വഴക്കുണ്ടാക്കണം. അപ്പോൾ ഹരീഷ് ഒന്ന് ചോദിക്കും എന്താണെന്ന് ചോദിക്കും. പോലീസ് പിടിച്ചോടാ അവിടെ വന്ന് കഴിഞ്ഞിട്ട് മദ്യപിക്കാൻ നോക്കിയിട്ട് ഇനി ഇങ്ങനെ ആര് ബീച്ചിലേക്ക് കൊണ്ടുപോയി. ഈ നിധിക്കായിരുന്നു കൊണ്ടുപോകാണ്ട് ഭയങ്കര വിഷമം, ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, കാരണവരല്ലേ, വയസ്സായതല്ലേ, എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, ഇയാളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായതല്ലേ, അന്നത്തെ ദിവസത്തെ സന്തോഷം മുഴുവൻ കെടുത്തി, നീയൊക്കെ നിധി കാരണമാണെന്ന് പറയും. ഒന്നും ഇതിങ്ങനെ മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ സുഭാഷ് പറയും, നീ എന്തിനാണ് അതിനെ അവളെ വഴക്ക് പറയുന്നത്, അവൾ കാരണമാണ് അതൊക്കെ ഉണ്ടായെന്ന് നോക്കും. ചേട്ടൻ എന്തിനാ നീ ഏട്ടത്തിനെ വഴക്ക് പറയുന്നതെന്ന് വെച്ചിട്ട് നികേഷും വഴക്ക് പറയും. അല്ലെങ്കിൽ തന്നെ ഇയാളൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടാ. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരമായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് തുള്ളണത്, അങ്ങനെയാണെങ്കിൽ പോലീസുകാരോട് പറയായിരുന്നില്ലേ എന്നെ അറിയില്ല എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കാം. അപ്പോഴത്തേനും സുധീഷ് ഒരു കസേര എടുത്തിട്ട് ഇയാളൊന്നും ഞാൻ കൊല്ലും എന്ത് വന്നാലും എന്ന് പറഞ്ഞിട്ട് തല്ല വാ ഞാൻ കാണിച്ചു തരാം, എൻ്റെ തല അങ്ങോട്ട് കാണിച്ചു തരുന്നുണ്ട് ഞാൻ, വാ ഇങ്ങനെ തല്ലടാന്ന് പറഞ്ഞിട്ട് അവരെടുത്തേക്ക് നമ്മുടെ ഭാസ്കരൻ ഇറങ്ങി ചെല്ലും. അപ്പോൾ നികേഷ് പെട്ടെന്ന് പറയും, തല്ലുകൊള്ളാണ്ട് ഇറങ്ങിപ്പോടോ എന്ന് പറയും. അങ്ങനെ അത് ഭാസ്കരൻ ഇഷ്ടപ്പെട്ടില്ല. ഭാസ്കരൻ പറയടാ എന്താടാ നീ പറഞ്ഞത്, തല്ലുകൊള്ളാണ്ട് ഇറങ്ങി പോടോന്നോ എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങിപ്പോവാ നീ പറയാ, നീ ആരടാന്ന് ചോദിച്ചു.
ഭാഗ്യത്തിന് ഭാസ്കരൻ എന്തോ പറയാൻ വന്നപ്പോഴത്തേനും സുഭാഷ് തടഞ്ഞാച്ചാ ഉണ്ടായിരുന്നത്. നികേഷ് നീ നിൻ്റെ കാര്യം വെച്ച് പോയെന്നറിയും. ഹരീഷിനോട് അറിയും നികേഷിനെ വിളിച്ച് പോകാൻ പറയും. സുധീഷിനോട് പറയും പോകാൻ. അവൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനും നിധി ഒറ്റയ്ക്കാവും. അപ്പം നിധിയും ഭാസ്കരൻ്റെ എത്തിക്കല്ലോ ഇനി എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കും. കഷ്ടമുണ്ട് കേട്ടാ, വെറുതെ എല്ലാ മക്കൾ നിങ്ങളെ വഴക്ക് പറയുന്നത്, നിങ്ങൾ എത്രയായാലും നേരെയാവില്ല എന്നറിയും. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് ബീച്ച് കാണുന്നത്, നീ അല്ല എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയെന്ന് പറയും. സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ മക്കളെ കൂടെ പുറത്തൊന്നും പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ അച്ഛനെയും മക്കളും തമ്മിലുള്ളൊരു അകൽച്ച മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ തെറ്റായിപ്പോയി. ഇനി എവിടെ പോകണ്ടെങ്കിലും ഞാൻ നിങ്ങളെ വിളിക്കില്ല എന്നറിയാം. ഞാൻ നിൻ്റെ കൂടെ ഞാൻ ഇനി പോരുകയില്ല എന്നറിയും ഭാസ്കരൻ. അപ്പം പറയും നീ ഈ വീടൊന്ന് നല്ലൊരു കുടുംബമാക്കി എടുക്കാനാണ് ഞാൻ നോക്കണേന്ന് പറയും. നിങ്ങളെല്ലാം നശിപ്പിക്കാനെന്ന് പറയും. അത് ശരി, അതിന് വേണ്ടിയിട്ടാണ് നീ തക്കലയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ആദ്യം നീ എൻ്റെ കുടുംബം ഒന്ന് നേരെയാക്കാൻ നോക്കുമ്പോളേ എന്ന് പറയും. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകും. വേണ്ടാന്ന് പറയും. എന്നിട്ട് ഭാസ്കരൻ എന്ന് പറയുന്നത് ദൈവം സമയം എന്തായാവോ, ബിവറേജ് അടച്ചാവോ, ഒരു പൈൻ്റെ കൂടെ കിട്ടാണ്ട് എങ്ങനെ ഉറങ്ങാം, 2 അടിക്കാണ്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഭാസ്കരൻ ഇങ്ങനെ പോകണം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നികേഷ് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ സുധീഷ് അങ്ങോട്ട് വരും. അപ്പോൾ സുധീഷ് ചോദിക്കുക പഠിക്കണമെന്ന് ചോദിക്കും. അല്ല കടല വറക്കണമെന്ന് പറയും. ഓ അങ്ങനെ എന്ന് പറഞ്ഞ് വേഗം സ്കൂട്ടി ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് ഓടിക്കാൻ നോക്കണം. എവിടേക്ക് പോകണം, ലൈസൻസ് ഇല്ലാണ്ട് എന്ന് പറയും. റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഇവരറിയുമെന്ന് പറയും. ഞാൻ ഇവിടെ നിന്ന് കറങ്ങാനുണ്ടാന്ന് പറയും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കറങ്ങണം. അപ്പോൾ നിധി വന്ന് നമ്മുടെ നികേഷിനോട് എന്തിട്ടാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. അക്കൗണ്ടൻസി എന്ന് പറയും. അപ്പോൾ അതായത് ഫസ്റ്റ് ക്ലാസ് മേടിച്ചാൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയും. അതെന്താണ് ഏട്ടത്തി എന്ന് പറയും. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സുധീഷ് ഇങ്ങനെ വണ്ടി എടുക്കുന്നത്, ഇതെന്ത് വട്ടായി എങ്ങനെയിരിക്കും എന്ന് പറയും. കുറേ നേരമായി എന്ന് പറയും. ഇതെന്താണ് നിങ്ങൾക്ക് വട്ടായോ എന്ന് ചോദിക്കും. അതൊന്നല്ല, ലൈസൻസ് ഇല്ലല്ലോ, ബോറടിച്ചിട്ട് പാടില്ല, അതുകൊണ്ടെന്ന് പറയും. എന്നിട്ട് അവരെടുത്ത് വന്നിരിക്കും. ഞാനിങ്ങനെ ഓടിക്കണമെങ്കിലും ഉണ്ടല്ലോ ചില ആൾക്കാർ ഇവിടെ അതിന് പോലും ധൈര്യം ഇല്ലാണ്ടിരിക്കുന്നു. എന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടിക്കാനറിയാം. ഓടിക്കും കുന്തറിയാമെന്ന് പറയും. ഞാൻ ഓടിച്ച് കാണിച്ചിട്ടേ, ഓടിച്ച് കാണിച്ചു കൊടുക്കുക ഏട്ടത്തി എന്ന് പറയും. അങ്ങനെ നിധി രണ്ടും കൽപ്പിച്ച് ഓടിക്കണം. അപ്പം നിധി ഓടിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ എരികയറ്റനാണ്, ഓടിക്കാൻ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വെറുതെ വായലനാക്കുള്ളൂ പറയും. അപ്പം നിധി ഇങ്ങനെ കയറിയിരിക്കും. നിധി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ നിധിക്കൊരു വിഷമം. അപ്പം നിധി പറയും ഒന്ന് കയറിയിരിക്കുമോ ബാക്കിൽ എന്ന് ചോദിക്കും. എന്നോടാണോ എന്ന് ചോദിക്കും. എന്ന് പറയും. ഞാനിരുന്നാൽ മതി ഏട്ടത്തി എന്ന് ചോദിക്കും. നീ അവിടെ മിണ്ടാണ്ടിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞു നിധിയുടെ ബാക്കിൽ വേഗം കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി സുധീഷ് കയറിയിരിക്കും. അങ്ങനെ 2-3 റൗണ്ടൊക്കെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ നിധി മനസ്സിലാക്കുന്നുണ്ട് സുധീഷ് ഇങ്ങനെ ബാക്കിൽ നിന്ന് ആസ്വദിക്കുന്ന കൈയൊക്കെ ഇങ്ങനെ നിർത്തി പിടിച്ചിട്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന പ്രമോ ഭാഗമാണ്. പ്രമോയിലാണെങ്കിൽ നിധിയും നികേഷും കൂടി കോളേജിലേക്ക് പോണ സമയത്ത് നികേഷ് കോളേജിലേക്ക് നിധി ജോലിക്കും പോണ സമയത്ത് നീതുവിൻ്റെ ആങ്ങള വന്നിങ്ങായിട്ട് കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ട് നിധിനെ തടഞ്ഞ് നിർത്തിയിട്ട് പറയും, പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണെന്ന് പറഞ്ഞ് നീ എൻ്റെ അമ്മനെ അച്ഛനെ ഓടിച്ച് നോക്കിയാലോ. 80 വയസ്സായ തള്ളമാർക്ക് വരെ ഇവന്മാരുടെ കൂടെ കെടുക്കാൻ, ഇവന്മാരുടെ വീട്ടിൽ കെടുക്കാൻ പേടിനെ, അങ്ങനത്താണോ നീ താമസിക്കണേന്ന് പറയും. അപ്പോൾ നികേഷ് എന്താ പറയും. അപ്പോൾ നികേഷിനെ പിടിച്ചുന്തും. അങ്ങനെ നിധി ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് പലതും തോന്നും, ആ വീട്ടിലൊരു കുഴപ്പമില്ല എനിക്കറിയാടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിധി നമ്മുടെ നീതുവിൻ്റെ ആങ്ങളനായിട്ട് കയർക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പ്രമോ ഭാഗത്തിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.